ആ 1.5 വയസ്സുകാരനെ മറക്കാനാവാതെ ഇരിക്കുകയാണ് നമ്മൾ മലയാളികളെല്ലാവരും. കാരണം അവൻ അനുഭവിച്ച വേദന ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് വന്ന് ഇത്രയും ദിവസമായിട്ടും ആ കുഞ്ഞു മാലാഖ നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്നും മായുന്നില്ല. നമ്മൾ അവനെ ഓർത്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ഒരമ്മമാർക്കും ഇതുപോലുള്ള നികൃഷ്ട ജീവികളുടെ മുമ്പിൽ നമ്മുടെ മക്കളെ ഇട്ടുകൊടുത്ത് അവൻ ചെയ്യുന്ന എല്ലാ ക്രൂരതകളും നോക്കി കണ്ട് സഹിച്ചു നിൽക്കാനുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഒരമ്മമാർക്കും നൽകരുതേ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. സ്വന്തം മകനെ ഒരുത്തനിങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ അതിനെല്ലാം കൂട്ടുനിന്ന ആ സ്ത്രീയെ അമ്മ എന്ന് വിളിക്കാനാകുമോ? എനിക്ക് വിളിക്കാനാവില്ല. അവൾ എങ്ങനെ ഒരു അമ്മയാവും? നമ്മുടെയൊക്കെ മക്കള് എന്തെങ്കിലും ഒരു കുറുമ്പ് കാട്ടി അവരൊരു വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് ആകുമ്പോഴേക്കും അവരടിച്ചതോർത്ത് വിഷമിക്കുന്ന, അല്ലെങ്കിൽ അവരടിച്ചതോർത്ത് കുറ്റബോധത്തോടെ അവരെ വാരിയെടുത്ത് ഉമ്മ നൽകുന്ന നമ്മളെപ്പോലുള്ള അമ്മമാർക്ക് ഇത് സഹിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ആ പൊന്നു മോന് വേണ്ടി ഇനി ഒന്നും ചെയ്യാൻ ആവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം മനസ്സിലുണ്ടാകുന്ന ആ ഒരു വിങ്ങൽ അത് മാറുന്നില്ല. ആ പിഞ്ചു കുഞ്ഞനുഭവിച്ച വേദനയെല്ലാം അതിൻ്റെ ഇരട്ടിയായി അനുഭവിച്ച് അങ്ങനെ അവർ മരിക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചും കൊണ്ട് നിർത്തുന്നു.